ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബാഴ്സലോണ സ്പാനിഷ് മിഡ്ഫീൽഡർ ഡാനി ഓൾമയെ സൈൻ ചെയ്തത്. എന്നാൽ താരത്തെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടില്ല. ക്രിസ്റ്റൻസന്റെ പരിക്കിനെ തുടർന്ന് ഡാനി ഓൾമയെ താൽക്കാലികമായി ലാലിഗയിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് താരം ഇത്രയും കാലം ബാഴ്സയ്ക്കായി കളിച്ചത്. എന്നാൽ ഡിസംബർ 31-നകം ലാലിഗയിൽ ഓൾമോയെ രജിസ്റ്റർ ചെയ്യണമെന്നിരിക്കെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കാരണം താരത്തെ പൂർണ്ണമായും രജിസ്റ്റർ ചെയ്യാൻ ക്ലബിനായില്ല. ഈ സമ്മറിൽ ടീമിലെത്തിയ ഓൾമോയെയും പാവു ഇച്ചറിനെയും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നടപടിയും ബാഴ്സലോണ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ലാലിഗ വൃത്തങ്ങൾ ഔദ്യോഗിക കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ താരങ്ങളും ക്ലബും പ്രതിസന്ധിയിലായി. രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ഇരു താരങ്ങൾക്കും ലാലിഗയിൽ ബാഴ്സലോണയ്ക്കായി കളിക്കാനാവില്ല. ഇതോടെ താരങ്ങൾ ഫ്രീ ഏജന്റായി. നിലവിൽ ഓൾമോയ്ക്ക് മറ്റ് ടീമുകളുമായി കൂടുമാറ്റത്തിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കാം. എന്നാൽ താരം ബാഴ്സയിൽ തുടരാൻ തന്നെയാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. താരം ബാഴ്സയിൽ പരിശീലനത്തിനും ഇറങ്ങിയിട്ടുണ്ട്. ഇത് ക്ലബിന് ആശ്വാസകരമായ കാര്യമാണ്. താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് പുതിയ ലൈസൻസ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ക്ലബ്ബ് അറിയിച്ചിരുന്നു. എന്നാൽ അനുകൂലമായൊരു മറുപടിയല്ല സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓൾമോയെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ താരം ക്ലബ്ബ് വിടുകയാണെങ്കിൽ അത് കൂടുതൽ സാമ്പത്തിക ബാധ്യത ബാഴ്സലോണയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.